ഇലക്ട്രോണിക് കൺട്രോൾ മോഡ്യൂൾ കംപ്ലൈന്റ് ആവുന്ന 5 റീസൺസ് ആണ് നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ആ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് പോയിന്റ് ആണ് ഡിസ്കസ് ചെയ്തത്. ഈ ഒരു വീഡിയോയിൽ സെക്കൻഡും തേർഡും ഫോർത്തും നമുക്ക് ഡിസ്കസ് ചെയ്യാം. സെക്കൻഡ് പോയിന്റ് ബാറ്ററിനെ സംബന്ധിച്ചാണ്. ബാറ്ററി വീക്ക് ആണെങ്കിൽ അതിന്റെ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് കൺട്രോൾ മോഡ്യൂൾ കംപ്ലൈന്റ് ആവും. ഇനി ബാറ്ററി കംപ്ലീറ്റ് ആയിട്ട് വീക്കാണ്, നമ്മൾ കാർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ തേർഡ് പോയിന്റ്, അതായത് ബാറ്ററി കംപ്ലീറ്റ് ആയിട്ട് വീക്കാണ്, നമ്മൾ എക്സ്റ്റേണൽ പവർ സോഴ്സ് വെച്ചിട്ട് നമ്മൾ കാർ പവർ അപ്പ് ചെയ്യും. ഇത് ജംപ് സ്റ്റാർട്ട് എന്ന് പറയും. ഈ ജംപ് സ്റ്റാർട്ട് പ്രോപ്പറായിട്ട് പ്രൊഫഷണൽ ആയിട്ട് തന്നെ ചെയ്യണം. അത് പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ ഇലക്ട്രോണിക് കൺട്രോൾ മോഡ്യൂൾ കംപ്ലൈന്റ് ആവും. എങ്ങനെ പീക്ക് വോൾട്ടേജസ് വരാം, അങ്ങനെ ഇലക്ട്രോണിക് കൺട്രോൾ മോഡ്യൂൾ ഷോർട്ട് സർക്യൂട്ട് വരാം. ഫോർത്ത് പോയിന്റ് ഷോർട്ട് സർക്യൂട്ട് ആണ്. ഓഫ് കോഴ്സ് ഇലക്ട്രോണിക് കൺട്രോൾ മോഡ്യൂൾ ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡാമേജ് ആവും. അപ്പോൾ ഇലക്ട്രോണിക് കൺട്രോൾ മോഡ്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ മെയ്ഡ് ആണ്. തീർച്ചയായിട്ടും കംപ്ലൈന്റ് വരാം. പക്ഷെ നമ്മളുടെ കയ്യിലിരിപ്പ് കൊണ്ട് അതിന് പ്രീമച്വർ ഡാമേജ് വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 റീസൺസ് പറഞ്ഞത്. ഇതിൽ ഷോർട്ട് സർക്യൂട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ല, പക്ഷേ എങ്കിലും അതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ട് പറഞ്ഞെന്ന് മാത്രം.